ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കണവ വറുത്തരച്ച് തീയലുണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് തേങ്ങയും ചുവന്ന മുളകും വറുക്കാൻ പോവുകയാണ്. തേങ്ങ നല്ല ചുവന്ന് വരുന്ന രീതിയിൽ വറുത്തെടുക്കണം. തേങ്ങയുടെ മുളകിൻ്റെ കളറൊക്കെ മാറി. ഇനി ഇതിലോട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തത്. ഇനി ആ ചൂടിൽ കുറച്ച് നേരം ഒന്ന് പച്ചമണം മാറാൻ വേണ്ടിയിട്ട് വറുത്തെടുക്കാം. ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ച് യോജിപ്പിച്ച് എടുത്ത് അരകല്ലിൽ അരച്ചെടുത്തുകൊണ്ട് വരാം. കണവ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കണവ വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഇടാനായിട്ട് 10 ചെറിയ ഉള്ളി, പിന്നെ 7 പച്ചമുളക്, 10 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഈ കണവയിലോട്ട് നമുക്ക് അരിഞ്ഞിടാം. ഇനി ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ഇത് എല്ലാം കൂടെ പുഴുങ്ങിയെടുക്കാം. നമ്മുടെ കണവ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചത് അരച്ചെടുക്കാം. കണവ വെന്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് നല്ലവണ്ണം വേകുന്നവരെ വെയിറ്റ് ചെയ്യാം. വറുത്ത തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പുഴുങ്ങാൻ വെച്ച കൂന്തലിനകത്തോട്ട് ഇടാം. ഇനി ഇതിലോട്ട് ഒരു നാരങ്ങ വലിപ്പത്തിന് ഒരിച്ചിരി പുളി പിഴിഞ്ഞൊഴിക്കാതെ ഇനി ഇതെല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം.
ആവശ്യത്തിന് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ആദ്യം ഇടുന്നുള്ളൂ, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട്. ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ച് യോജിപ്പിക്കാം. തീ കുറച്ച് വെച്ച് ഇനി അടച്ച് നമുക്കിത് വെച്ച് ഒരിക്കൽ കൂടെ വേവിക്കാം. അങ്ങനെ നമ്മുടെ കണവക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കടുക് വറുത്തത് ചേർക്കാം. നമ്മുടെ കടുക് വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് കടുക് വറുത്തത്. അപ്പോൾ ഇനിയൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ വറുത്തരച്ച കണവക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. തരാ.